ഹലോ ഗൈസ്, ഞങ്ങൾ രണ്ടാമത്തെ വ്ളോഗാണ്. ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടത്തറയുള്ള മരുതി മലയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അതെ. അപ്പോൾ ഞങ്ങളൊരു 7:30 സമയമാണ് രാവിലെ. അതുകൊണ്ട് നല്ല ചാറ്റൽ മഴയുണ്ട്, നല്ലൊരു വൈബ് ഉള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അതെ അതെ അതെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കയറിയിട്ട് പറയാം. പടികൾ കുറേ ഉണ്ട് കൈ, അത്യാവശ്യം നല്ല പടിയുണ്ട്. അതെ, പടി കയറുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആരുമില്ല കൈ. ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് വന്നത് ഇവിടെ ഇന്നത്തെ ദിവസം. ഓക്കെ, കയറി പോവാണ്. അതെ അതെ. ഇത് കണ്ടില്ലേ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആര് പടി അല്ലാതെ വേറെ ആര്? ഗൈസ്, ഞങ്ങൾ പകുതി പടിയേ കയറിയുള്ളൂ. അതെ അതെ അതെ. അജ്മൽ ഇപ്പോഴേ ക്ഷീണിച്ച്. ഞങ്ങളിപ്പോൾ കുറേ നാൾ കൊണ്ടുകൂടിയാണ് ഇങ്ങനെ പടിയെ കയറുന്നത്. അതിൻ്റെയാണ് കേട്ടോ, ഞാനും ചെറുതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. സംസാരത്തിൽ വ്യതിചലനം കാണാം. സത്യം. ഞങ്ങളിതാ പകുതിയോളം പടി കയറി കഴിഞ്ഞ് ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ. എന്താണ് അജ്മൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇവിടെ ഇന്നുകൊണ്ട് തന്നെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. മേളിൽ ചെല്ലുമ്പോൾ ഇത് വലുതായിട്ട് ആൾക്കാർ വരാത്ത സ്ഥലമാണ് തോന്നുന്നു. അതെ, അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്തൂടെ വന്നിട്ടുള്ളത്. അപ്പം അന്നൊന്നും ഇങ്ങനെ ഒരു ടൂറിസം ഒന്നും ആക്കി അവരെടുത്തില്ലായിരുന്നു. ഇങ്ങനെ പടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കാട്ടിൽ കൂടെ ഒക്കെ ആയിരുന്നു കയറിയത് ഫ്രണ്ട്സുമായിട്ട്. പക്ഷെ അവർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പടിയുണ്ട്, കമ്പിവേലിയുണ്ട്, എല്ലാം സെറ്റാക്കി ഒരു ടൂറിസം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഗൈസ്, ഞങ്ങളിതാ ഇവിടെ എത്താറായിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ഒരു ചെറിയൊരു കാവ് പോലെയൊക്കെ ഉണ്ട്. കാവുണ്ട്, ചെറിയ കാവ്. പണ്ട് ഈ ആദിവാസി മിസ്റ്റർ അജ്മൽ ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പറയാതിരിക്കുക. ഓ സെറ്റ് കൊള്ളാം ഗൈസ്. കണ്ടില്ലേ ഗൈസ്, നമ്മൾ ഇത്രയും കയറിയത് വെർത്താണ് ഗൈസ്. നോക്കി വ്യൂ നോക്കിയ ഗൈസ്. അതെ, അത് നമ്മുടെ കൊല്ലത്ത് തന്നെ. കൊല്ലത്ത് തന്നെ പറയാൻ നമുക്ക് പറ്റുന്നില്ല, കാരണം കൊല്ലാണെന്ന് ആദ്യമായിട്ട് വരുന്നത്. ശ്രീഹരി ഇപ്പൊ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, 2-3 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കേട്ടോ. ശരിയായി തരാം. തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു, മാറും വേറെന്തിനോ ഭാഷിച്ചു തോരാത്തരി പൂമാരി മൂടത്തെ മഴത്തുള്ളികൾ പൊഴിച്ചിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ വന്ന കാറ്റാലെ ഈറൻ മുടി ചേരും. ഞങ്ങൾ കുറച്ച് ഇങ്ങ് നടന്ന് അടുത്ത ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്നാലും നല്ല വ്യൂസാണ് ഗൈസ്. അതേപോലെ ഇവിടെ വേലി കെട്ടി മറച്ചേക്കാണ്. അപ്പോൾ അധികം അങ്ങോട്ട് അറ്റത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും, താഴെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കൊക്കയാണ്. ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയെന്ന് പറഞ്ഞാൽ വികസിച്ച് കിടക്കാണ്. ഞങ്ങളിപ്പം കാട്ടിലാണ് ഗൈസ്. അതെ, കാട്ടിൻ്റെ നടുക്കൂടാണ് പോകുന്നത്. അജ്മൽ ഇവിടെ അഭ്യാസ പ്രകടനം നടക്കുവാണ് ഗൈസ്, കണ്ടില്ലേ? ഇപ്പൊ കണ്ട ഞങ്ങൾ തൊട്ട് ബാക്കിൽ കാണാം. ഞങ്ങൾക്ക് ആ ഉരുണ്ട 2 പാറക്കല്ലുകളാണ്. അതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു പാലം പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വന്നത്. A few moments later. ഞങ്ങൾ ആ പാറക്കെട്ടില്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ കാണിച്ച 2 പാറക്കെട്ട്. അങ്ങോട്ട് ഞങ്ങൾ നടന്ന് കയറുകയാണ്. ആ പാലത്തിലോട്ട് നടന്ന് കയറുകയാണ്. ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോവാണ്. ആ പാലം കണ്ടില്ല നമ്മൾ താഴെ, അപ്പോൾ അതിവിടെ നടന്ന് ഏറ്റവും ടോപ്പിൽ എത്തുവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഞങ്ങൾ കാണിച്ചത്.
കാണത്തില്ല. ഞങ്ങൾ അവസാനം മേളിൽ ചെന്നപ്പോൾ താണ്ട് ഒരു വയർലെസ് സ്റ്റേഷൻ കണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നത് ആ താഴെ എത്തിയിരിക്കുകയാണ്, മല ഇറങ്ങി. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കൊല്ലത്ത് നിന്ന് കുറച്ച് കിലോമീറ്റർ ദൂരമല്ലേ. അതെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വന്ന് ഇത് കണ്ടിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ടതാണ് ഗൈസ്. സോ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും